ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, തദ്ദേശീയ സർക്കാരുകൾ എന്ന ചാപ്റ്റർ തുടങ്ങി വെക്കുകയുണ്ടായി. അതിൽ നമ്മൾ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അല്ലാതെ നഗരതലത്തിലും ജില്ലാ തലത്തിലും ഗ്രാമതലത്തിലും പ്രാദേശിക സർക്കാരുകളുണ്ട്, പ്രാദേശിക ഗവൺമെന്റുകൾ നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക വികസന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗവൺമെന്റുകളാണ് പ്രാദേശിക ഗവൺമെന്റുകൾ, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ ചെലവില് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും ഈ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഈ തദ്ദേശീയ വിജ്ഞാനം ഉപയോഗിച്ചും തദ്ദേശീയരുമായിട്ടുള്ള ആ ഒരു പരിചയം വെച്ചും അവർക്ക് പ്രാദേശികമായ താല്പര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായി സാധിക്കും. പ്രാദേശിക ഗവൺമെന്റുകളെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായാണ് കണക്കാക്കുന്നത്. ഇന്ത്യയില് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനം തുടങ്ങുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സർക്കാർ മദ്രാസ് കോർപ്പറേഷൻ ആണ്. 1687 ഇത് സ്ഥാപിതമാകുന്നത്. പിന്നെ ഈ പ്രാദേശിക ഗവൺമെന്റിന്റെ പിതാവായി അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. റിപ്പൺ പ്രഭു, അത് ഓർത്തു വെക്കണം, 1 വേർഡ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ തദ്ദേശീയ ഗവൺമെന്റുകള് 2 രീതിയിൽ വരുന്നുണ്ട്, ഗ്രാമതലത്തിലും നഗരതലത്തിലും. ഗ്രാമതലത്തില് 3 തട്ടുകളായിട്ടാണ് ത്രിതല ഭരണ സംവിധാനം എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ തദ്ദേശീയ സർക്കാരുകൾ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ത്രിതല സംവിധാനമായിട്ടാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അതിനെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ട്. പിന്നെ നഗരതലത്തിലും വരുന്നുണ്ട്. നഗരതലത്തിൽ വരുന്നത് നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത് നിലവിൽ വരുന്നത് 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നോക്കാം. ഈ ഗ്രാമവികസന പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1957 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബൽവാന്ത് റായ് മേത്തയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. 1957 വർഷം പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. 47 സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് 57 ബൽവാന്ത് റായ് മേത്ത കമ്മീഷനെ നിയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗ്രാമവികസന പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നു. ഗ്രാമീണ സ്വയംഭരണത്തിന് രാജ്യം മുഴുവൻ തന്നെ ഒരു ത്രിതല വ്യവസ്ഥയ്ക്കാണ് ഈ കമ്മിറ്റി അവര് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രിതല വ്യവസ്ഥ എന്ന് പറയുന്നത് ഗ്രാമത്തെ 3 തട്ടുകളായി, 3 തലങ്ങളായി തിരിക്കുകയാണ് ചെയ്തത്. 3 തലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒരു 3 ടയർ സിസ്റ്റം ആണ്. 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 തലങ്ങള്: വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. നമ്മുടെ ഗ്രാമസഭ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതാണ് ഈ ത്രിതല സംവിധാനത്തിൽ വരുന്നത്. വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്താണ് വില്ലേജ് പഞ്ചായത്ത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അങ്ങനെ 3 തലമായിട്ടാണ് വരുന്നത്. 1959 ആദ്യത്തെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. രാജസ്ഥാനിലാണത് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ത്രിതല വ്യവസ്ഥയിലെ ഓരോന്നും നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചാണ്. വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് ഈ വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിട്ടാണ് ഇതിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്തിലെ മെമ്പർമാരെ നമ്മൾ നേരിട്ടല്ലേ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ നേരിട്ടാണ് ഇതിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ പഞ്ചായത്തിലേക്കുള്ള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമായി ചില സീറ്റുകൾ സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്.
പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏജന്റായി ഈ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വില്ലേജ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏജന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് ടു കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ പഞ്ചായത്ത് റോഡ്സ്. എന്താ പറയുന്നത്? റോഡുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ശുചീകരണം, കുടിവെള്ള വിതരണം, വഴിവിളക്ക് കത്തിക്കൽ, ഭൂവിനിയോഗം, കന്നുകാലി രജിസ്റ്റർ സൂക്ഷിക്കുക, ദുരിതാശ്വാസം, ഇനി പറഞ്ഞ പോലെ റോഡ്, കലുങ്ക്, പാലം, കാന, കുളം അങ്ങനെയുള്ളതിന്റെ പരിപാലനം, പ്രാദേശിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം, പിന്നോക്ക വർഗക്കാരുടെ സംരക്ഷണം, കരംപിരിവ്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ചുമതലകളായിട്ട് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ജനന മരണ രജിസ്റ്റർ സൂക്ഷിക്കുക, കുടുംബാസൂത്രണ പ്രചരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവ നിർവഹിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളെ പിന്നെ ഈ ഗ്രാമപഞ്ചായത്തുകൾ ഭൂനികുതി പിരിക്കുന്നതിന്റെ ഏജന്റ് ഭൂനികുതി പിരിക്കുന്നതിനും ഇവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫങ്ഷൻസ് ആയിട്ടുള്ളത്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്? റോഡ്, കലുങ്ക്, പാലം, കാന, കുളം അങ്ങനെയുള്ളതിന്റെ ഒക്കെ നിർമ്മാണവും പരിപാലനവും, ശുചീകരണം, കുടിവെള്ള വിതരണം, വഴിവിളക്ക് കത്തിക്കൽ, ഭൂവിനിയോഗം, കന്നുകാലി രജിസ്റ്റർ സൂക്ഷിക്കൽ, ദുരിതാശ്വാസം, പ്രാഥമിക വിദ്യാലയ മേൽനോട്ടം, പിന്നോക്ക വർഗങ്ങളുടെ സംരക്ഷണം, കരംപിരിവ്, ജനനമരണ രജിസ്റ്റർ സൂക്ഷിക്കൽ, കുടുംബാസൂത്രണ പ്രചരണം, ഭൂനികുതി പിരിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാന ചുമതലകളായി വരുന്നത്. ഇനി വില്ലേജ് പഞ്ചായത്തിന്റെ തൊട്ടു മുകളിലായിട്ട് വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. ബ്ലോക്ക് തല അല്ലെങ്കിൽ മധ്യതല ഭരണ സംവിധാനമാണ് ഈ രണ്ടാം തട്ടിലുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളായിട്ട് വരുന്നത്. പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും ഇതിലെ അംഗങ്ങൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ തന്നെയായിരിക്കും അവരെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ടല്ല, പരോക്ഷമായാണ് ഇതിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തിലെ മുഖ്യന്മാർ പട്ടികജാതി പട്ടികവർഗങ്ങളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവര്, സഹകരണ സംഘം പ്രതിനിധികൾ, സ്ഥലത്തെ നിയമസഭാ അംഗം, പാർലമെന്റ് അംഗം അങ്ങനെയുള്ളവരാണ് ഇതിലെ അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കുക. അവരുടെ അധികാര പരിധിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ ബ്ലോക്ക് പഞ്ചായത്തിനായിരിക്കും ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. പിന്നെ ഇതിന്റെ ഈ സമിതിക്ക് ആവശ്യമായിട്ടുള്ള അധികാരങ്ങളൊക്കെ നൽകുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെയും വില്ലേജ് പഞ്ചായത്തിന്റെ ഇടയിൽ വരുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെ ഇടയിൽ വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. അത് ഈ രണ്ടെണ്ണത്തിനെയും ഇന്റർകണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്? ഇതില് ജനങ്ങൾ പരോക്ഷമായി തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് കൂടുതലും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് മുഖ്യന്മാർ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ളവര്, സ്ത്രീകളിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവര്, സഹകരണ സംഘം പ്രതിനിധികൾ, സ്ഥലത്തെ നിയമസഭാ അംഗം, പാർലമെന്റ് അംഗം അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിലെ അംഗങ്ങളായി വരുന്നത്. ഇനി ഇതിന്റെ പ്രധാന ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഒന്നാമത്തെ തന്നെയാണ് പറയുന്നത് റോഡ്, കലുങ്ക് അങ്ങനെയുള്ളതൊക്കെ നിർമ്മിക്കുകയും അതിന്റെ പരിപാലനവും. അതിനോടൊപ്പം തന്നെ കൃഷി, മൃഗസംരക്ഷണം, സഹകരണം, ചെറുകിട ജലസേചനം, ഗ്രാമീണ വ്യവസായങ്ങൾ, പ്രാഥമിക വ്യത്യാസം, പ്രാദേശിക വാർത്താവിനിമയം, ശുചീകരണം, ആരോഗ്യം, വൈദ്യസഹായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ തന്നെ മേൽനോട്ടം വഹിക്കുന്നതും ഈ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും. ആ ഒരു ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളായിരിക്കും. അനിമൽ ഹസ്ബൻഡറി, മൈനർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വില്ലേജ് ഇൻഡസ്ട്രി, സാനിറ്റൈസേഷൻ, ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ത്രിതല സംവിധാന വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ളതാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്ത് അതിന് തൊട്ടു മുകളിലായി ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിലായിട്ടാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിലാണ്, ജില്ലാ തലത്തിലാണ് ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിനിധികള് പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികൾ, വനിതാ പ്രതിനിധികൾ, ജില്ലയിലെ നിയമസഭാ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഈ ജില്ലാ
പഞ്ചായത്തിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. പിന്നെ ഇതിന്റെ പ്രധാന അംഗങ്ങളായിട്ട് വരുന്നത് മെഡിക്കൽ, പൊതുജനാരോഗ്യം, കൃഷി, മൃഗചികിത്സ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, പൊതുമരാമത്ത് അങ്ങനെയുള്ള മേഖലയിലുള്ള ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും ഇതിൽ അംഗങ്ങളായിരിക്കും. അപ്പൊ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? മെഡിക്കൽ, പൊതുജനാരോഗ്യം, കൃഷി, മൃഗചികിത്സ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, പൊതുമരാമത്ത് അങ്ങനെയുള്ള മേഖലകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും ഈ ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളായിരിക്കും. ഇനി ഇതിന്റെ പ്രധാന ധർമ്മങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ധർമ്മം ജില്ലാ തലത്തിൽ വരുന്ന റോഡുകളുടെയൊക്കെ നിർമ്മാണവും പരിപാലനവും. പിന്നെ ജില്ലാ പഞ്ചായത്ത് സമിതിയുടെ ബഡ്ജറ്റ് പരിശോധിക്കുന്നതും അത് പാസ്സാക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ആയിരിക്കും. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി അത് പഞ്ചായത്ത് സമിതികൾക്ക് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്നതും ആരാണ്? വിതരണം ചെയ്യുന്നതും ജില്ലാ പഞ്ചായത്തുകളായിരിക്കും. ജില്ലയിലെ ബ്ലോക്കുകളുടെ പദ്ധതികൾ സമാഹരിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും ഈ ജില്ലാ പഞ്ചായത്തുകളായിരിക്കും. പഞ്ചായത്ത് സമിതിയുടെ അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായ അഭ്യർത്ഥനകൾ സമാഹരിച്ച് സംസ്ഥാന ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട ചുമതലയും ആർക്ക് തന്നെയാണ്? ജില്ലാ പഞ്ചായത്തിന് തന്നെയായിരിക്കും. ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാൻ. ഇനിയിപ്പോ കളക്ടർ ഇല്ലാത്ത പക്ഷം പഞ്ചായത്ത് സെക്രട്ടറി ആയി കളക്ടർക്ക് പ്രവർത്തിക്കാനും സാധിക്കും. പിന്നെ ബൽവാന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ 1959 വികസന കൗൺസിൽ അംഗീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ത്രിതല സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് വരുന്നത് ത്രിതല പഞ്ചായത്തുകൾ. ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ, അതിന് തൊട്ട് മുകളിലായി ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഇന്ന് നമ്മള് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 3 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതിൽ ആരൊക്കെ വരുന്നു, അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. താങ്ക്